എസ് രാജേന്ദ്രന്റെ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി ഡീൻ കുര്യാക്കോസ്. രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം CPM-ലേക്ക് മടങ്ങിയെത്തിയെന്ന് കേട്ടതാണ് ഇപ്പോൾ കേൾക്കുന്നത് BJP-യിലേക്ക് പോയെന്ന്. ഇതിനർത്ഥം ഇന്നത്തെ CPM നാളത്തെ BJP ആണെന്നാണ്. BJP ഒരു പാർട്ടിയെ മുഴുവനായി വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് CPM-നെയാണ്. കഴിഞ്ഞ ദിവസം രാജേന്ദ്രനെ സ്വീകരിച്ച MM മണി അടക്കമുള്ളവർ ഇതിന് മറുപടി പറയണമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. വാർത്ത കേട്ടത് ഇപ്പോൾ കേൾക്കുന്നു BJP-യിൽ പോയെന്ന്. ഇന്ന് CPM ആണെങ്കിൽ നാളെ BJP ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പം മതേതരത്വ ജനാധിപത്യ ചേരിക്ക് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇന്ത്യയിൽ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നതായിട്ടുള്ള എല്ലാത്തരം കൊള്ളരുതായ്മകളും നമ്മുടെയെല്ലാം മുൻപിലുണ്ട്. ജനാധിപത്യത്തെ അവർ തമസ്കരിക്കുകയാണ്, ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ BJP-യിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് കേട്ട് സന്തോഷിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ CPIM ഈ അടുത്ത നാളിൽ വല്ലാതെ വാചോടോപം ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവർക്കെല്ലാം ഭദ്രമാണ്, അവരുടെ നേതാക്കന്മാരെല്ലാവരും സുരക്ഷിതരാണ്, CPM ആയി കഴിഞ്ഞാൽ പിന്നെ BJP-യിലേക്ക് ആർക്കും പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്പൂർണ്ണമായി BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു പ്രസ്ഥാനത്തെ വിഴുങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് CPM-നെയാണ്. അതാണ് ബംഗാളിൽ കണ്ടത്. ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന മുഖ്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പൂർണ്ണമായി BJP ആയി മാറി. അതുതന്നെ ത്രിപുരയിലും സംഭവിച്ചു. ത്രിപുരയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന CPM-ന് ഏതാണ്ട് 40-42% വോട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് BJP ജയിച്ചത്. പക്ഷേ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴേക്കും CPM-നുണ്ടായിരുന്ന വോട്ട് ശതമാനം പൂർണ്ണമായി ഇല്ലാതെയായി പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ CPM പൂർണ്ണമായി BJP ആയി മാറുന്ന ഒരു സ്ഥിതിയാണ് ത്രിപുരയിലും ബംഗാളിലും നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ കേരളത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ്, ഒരു ദൃഷ്ടാന്തമായിട്ടാണ് രാജേന്ദ്രൻ്റെ പോക്കിനെയൊക്കെ ഞാൻ നോക്കിക്കാണുന്നത്. പിന്നെ ഈ കാര്യത്തിൽ MM മണി ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പൂമാലയിട്ട് സ്വീകരിച്ച രാജേന്ദ്രൻ ഇപ്പോൾ BJP-യിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതിന് ശ്രീമാൻ MM മണി ഉൾപ്പെടെയുള്ളവർ മറുപടി പറയും എന്ന് ഞാൻ കരുതുകയാണ്.